ഹരി ഓം. കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും എൻ്റെ പ്രണാമം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണുയോഗി ഷീലായ്യപ്പൻ. ഇന്ന് നമ്മൾ NSK ആത്മവിദ്യാ പാഠത്തിൻ്റെ 7ാമത്തെ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആത്മവിദ്യയുടെ 7ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാഠം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ എല്ലാം സൃഷ്ടാവായ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ, ഏക സൃഷ്ടാവായ പിതാവായ നാരായണനെ സ്മരിക്കാം, നാരായണനെ പ്രാർത്ഥിക്കാം. അപ്പം ഇന്ന് ഞാൻ ചൊല്ലാൻ പോകുന്നത് ശ്രീ മഹാഭാഗവതത്തിലെ 3ാമത്തെ ഭാഗവത കീർത്തനമാണ്. അതിന് 3ാം പാദം എന്ന് പറയും. 1ാം പാദവും 2ാം പാദവും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഞാൻ അത് ചൊല്ലിക്കഴിഞ്ഞു. ഇന്ന് 3ാമത്തെ പാദമാണ് ചൊല്ലാൻ പോകുന്നത്. ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, കണ്ണകാർ വർണ്ണ കൃഷ്ണ ഹരേ ജയ. അന്നേരം ഭക്ത്യ വന്നിച്ചിരുത്തി ഞാൻ നന്നായി വിഷ്ണുരാധൻ ബ്രഹ്മരാധനെ, ജന്മസാഫല്യം എന്തെന്നറിയുവാനായി നന്മ ചോദിപ്പാൻ കൃഷ്ണ ഹരേ ജയ. ആദിത്യേനുദയേതിമിരം പോലെ ദൂരെ നീങ്ങുന്നു മോഹം നമുക്കിപ്പോൾ, ആതുരാണാം അനുഗ്രഹം നിങ്ങളാൽ തന്നെ കൈവരും കൃഷ്ണ ഹരേ ജയ. ഇന്നെനിക്കു വിശേഷിച്ചു വേണ്ടതു വന്നു കാരുണ്യത്തോടെ ഭഗവതേ, എന്തു ചൊല്ലണം എന്തു പുരുഷനോ നല്ലതേറ്റവും കൃഷ്ണ ഹരേ ജയ. ഗിവണ്ണമറിയിച്ചോരു ഭൂവന്റെ ഭാവം കണ്ടരു ചെയ്തു മുനിജനം, ഗിവണ്ണമുള്ളൊരു ഉദ്യോഗമാത്മാവിൻ വന്നിടാമോക്ഷം കൃഷ്ണ ഹരേ ജയ. ഉത്തമേനിവൻ വിഷ്ണു ഭക്തൻ തുലോം വിശ്വജിക്തൻ വിരക്തൻ വിഷയത്തിൽ എത്തുമിന്നു പരബ്രഹ്മ സായുജ്യം കാത്തിരിക്കണം കൃഷ്ണ ഹരേ ജയം. ഊനം വരാ പരിജ്ഞാന പരിധി മാനിച്ചാന്ദ്രവനോടരുളീശുകൻ, ജ്ഞാനിമാരാ മുനിമാരിലഗ്രണി ജ്ഞാനമെത്രയും കൃഷ്ണ ഹരേ ജയം. ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, കണ്ണകാർ വർണ്ണ കൃഷ്ണ ഹരേ ജയ. എല്ലാവർക്കും വീണ്ടും NSK ആത്മവിദ്യാ പാഠത്തിലേക്ക് സ്വാഗതം. നമ്മൾ 7ാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ്. ഞാനൊരു കീർത്തനം ചൊല്ലി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ചൊല്ലുന്ന കീർത്തനത്തിലൊക്കെ കുറേ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഇതൊരു എനിക്ക് തോന്നുന്നു 5 വയസ്സിന് താഴെ പഠിച്ചതാണ് കീർത്തനങ്ങൾ. അതായത് എൻ്റെ മുത്തശ്ശനൊക്കെ ചൊല്ലുന്നത് കേട്ട് ഞാൻ പഠിച്ചതാണ്. ഞാൻ ഇതുവരെ അത് തിരുത്താൻ ശ്രമിച്ചിട്ടില്ല. നമ്മളൊരു ഭക്തിയുള്ളവരാണെങ്കിൽ നമ്മൾ എന്ത് തെറ്റ് ചൊല്ലിയാലും നമ്മളോട് ഭഗവാൻ വാത്സല്യമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ചെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ആത്മവിദ്യയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ അതിനെ ഇംഗ്ലീഷ് നമുക്ക് സ്പിരിച്വൽ സയൻസ് എന്ന് പറയാം. മറ്റ് സയൻസ് പോലെ തന്നെ ഇതും ഒരു സയൻസ് തന്നെയാണ്. ഹരിയോം ശശികണ്ണ ഞാൻ കണ്ടു, ഞാൻ നാമം ചൊല്ലുന്നതുകൊണ്ട് ഞാൻ ഹരിയോം പറഞ്ഞില്ല. ജോൺ ഷാജി ഈസ് വാച്ചിങ്. ഹരിയോം, നമസ്കാരം. അപ്പം ആത്മവിദ്യ എന്ന് പറയുന്ന മറ്റ് ഭൗതിക വിദ്യകൾ പോലെ തന്നെ അതൊരു സയൻസാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ. അത് ഭക്തി കൊണ്ട് മാത്രമേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെ മാർഗങ്ങളൊക്കെ ഉണ്ട്. ഓരോരുത്തർ ധ്യാനം കൊണ്ടും തപസ് കൊണ്ടും ജപം കൊണ്ടും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മൾ വിഷ്ണുയോഗയാണ് പഠിക്കുന്നത്. അതിൽ നമുക്ക് ധ്യാനമൊന്നുമില്ല, ജപം ആവാം. പക്ഷെ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ഭക്തിയാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ പ്രേമം അല്ലെങ്കിൽ സ്നേഹം എന്ന് തന്നെയാണ് അർത്ഥം. ഭക്തി വേണം. രണ്ടാമത് നമ്മൾ കർമ്മം ചെയ്യുന്നവരാണെങ്കിൽ മാത്രമേ ഈ ഒരു യോഗ അല്ലെ വിഷ്ണുയോഗ അല്ലെങ്കിൽ വിഷ്ണു ഭക്തിയിൽ നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ അലസന്മാരായിട്ട് നമുക്ക് ഒരിക്കലും സാധ്യമല്ല. അതുപോലെ തന്നെ ഭഗവാൻ നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട്. നമ്മൾ കീർത്തനം കൊണ്ട് വേണം ഭഗവാനെ ആരാധിക്കാൻ. അപ്പൊ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക: ഭക്തി, കർമ്മം, കീർത്തനം. അതെ, ഭഗവാൻ ഭക്തി, കർമ്മത്തിനകത്ത് കായും പ്രായും ഉണ്ട്. അതുപോലെ തന്നെ ഒരു വാക്കാണ് കീർത്തനം. ഓർത്ത് വയ്ക്കുക, ഭക്തിയും കർമ്മവും കീർത്തനവുമാണ് ഭഗവാനെ ആരാധിക്കാൻ വേണ്ടുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഓരോ ഭഗവാന്മാരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മളെല്ലാവരും നാരായണനാണ്. നമ്മളെല്ലാം ഉണ്ടായിരിക്കുന്ന ഏകകോശമായ നാരായണനിൽ നിന്നാണ്. നമ്മൾ ജീവിക്കുന്ന നാരായണനിലാണ്. നമ്മൾ ഇനി മരിക്കാൻ പോകുന്നത് നാരായണനിലാണ്. നാരായണനിൽ നിന്ന് നാരായണനിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഓരോരുത്തരും നാരായണനാണ്. ആദ്യം ഭഗവാൻ ഒന്നായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വിത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. പിന്നീടാണ് അതിന് 3 ഭാഗമാകുന്ന റൂട്ട്, സ്റ്റെമ്മ്, ഇലകൾ. അതായത് വേരും തടി ഇലകളായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നായിരുന്ന നാരായണൻ നമ്മൾ 3 ആവുന്നു. അതായത് നമ്മളൊരു മനുഷ്യ ശിശുവായി മാറുമ്പോൾ നമ്മൾ ശരീരം 3 ഭാഗമായി മാറുന്നു. നമ്മൾ ത്രിമൂർത്തികളായിട്ട് മാറുന്നു. അതിനെ ട്രിനിറ്റി എന്ന് പറയുന്നത്. വൈഷ്ണവമതത്തിൽ അതിനെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് പറയും. നമ്മൾ ഇവിടെ നമ്മുടെ പ്രപഞ്ചധർമ്മം അനുസരിച്ച് ത്രിമൂർത്തികളായിട്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. വിഷ്ണു, മുകളിൽ നിന്ന്
വിഷ്ണു, പിന്നെ ബ്രഹ്മാവ്, മഹേശ്വരൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ വിഷ്ണു ഭഗവാൻ ഇരിക്കുന്ന നമ്മുടെ ഹൃദയത്തിലാണ്, അതാണ് നാരായണൻ. ആ തുടിപ്പാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ബ്രഹ്മാവിന്റെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ നാഭിയാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ ലിംഗമാണ്. സ്ത്രീലിംഗമായാലും പുരുഷലിംഗമായാലും അത് ശിവന്റെ വാസസ്ഥാനമാണ്, ലിംഗം തൊട്ട് താഴോട്ടുള്ളത്. അപ്പോൾ നമ്മൾ ത്രിമൂർത്തികളായിട്ട് ഇരിക്കുകയാണ്. അതുപോലെ ഓരോ വസ്തുക്കളും മൂന്നായിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും ഒരു മുട്ടയുടെ കാര്യം പറഞ്ഞു. മുട്ട തന്നെ അതിനകത്ത് മഞ്ഞ വിഷ്ണു, വെള്ള ബ്രഹ്മാവ്, അതിന്റെ തോടെന്ന് പറഞ്ഞ ശിവൻ. അപ്പൊ ഏതൊന്നും നോക്കിയാലും നമുക്ക് ഈ 3 കാറ്റഗറി കാണാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു ഞാനൊരു വിഷ്ണുയോഗിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണുയോഗി എന്ന് പറഞ്ഞാൽ എന്താണ്, യോഗി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഒരു കാര്യം ഞാൻ പെട്ടെന്നൊന്ന് പറയാം. നമ്മൾ യോഗി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് യോഗി ആദിത്യനാഥ് എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. അദ്ദേഹം ഒരു യോഗിയാണ്, അദ്ദേഹം ഒരു ബ്രഹ്മയോഗിയാണ്. പക്ഷെ വിഷ്ണുയോഗിയല്ല. വിഷ്ണുയോഗികളെന്ന് പറഞ്ഞാൽ ഒരു യുഗത്തിൽ ഒരിക്കൽ മാത്രം, അല്ലെ 2 തവണ മാത്രമേ ഒരു വിഷ്ണുയോഗി ഭൂമിയിൽ വരത്തുള്ളൂ. ശിവനെ അറിഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം ശിവമയമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ആള് ശിവയോഗിയാവും. പിന്നെ എല്ലാം ബ്രഹ്മമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മയോഗിയാവും. ഇപ്പൊ യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ബ്രഹ്മയോഗിയാണ്. അതുപോലെ നമ്മുടെ ശ്രീ ശങ്കരാചാര്യ, അദ്ദേഹം ഒരു ബ്രഹ്മയോഗിയായിരുന്നു. ഇപ്പൊ ശ്രീനാരായണ ഗുരു, അദ്ദേഹം ഒരു ബ്രഹ്മയോഗിയായിരുന്നു. ഇവരാരും വിഷ്ണുയോഗിയായില്ല, അല്ലെങ്കിൽ പ്രപഞ്ച തത്വത്തെ അവിടെ വരെ എത്തിയിട്ടില്ല, വിഷ്ണുയോഗി ആയിട്ടില്ല. അപ്പൊ വിഷ്ണുയോഗി എന്ന് പറഞ്ഞാലും ഏത് യോഗി എന്ന് പറഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിച്ച ആൾക്ക് യോഗിയാകാൻ പറ്റത്തുള്ളൂ. അത് ഭഗവാന്റെ കൃപ കൊണ്ട് ഓർമ്മയ കാലം തൊട്ട് എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു, എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ. കാരണം ഞാൻ ആരും പറഞ്ഞ് അനുസരിക്കത്തില്ലായിരുന്നു. കാരണം എന്റെ സ്വന്തം തീരുമാനം മാത്രമേ ഞാൻ എപ്പോഴും നടപ്പിലാക്കിയിരുന്നുള്ളൂ. അതുകൊണ്ട് എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ മനസ്സിനെ നിയന്ത്രിച്ച ഒരാളാണ് യോഗി എന്ന് പറയുന്നത്. അവർക്ക് എല്ലാത്തിനെയും നിയന്ത്രിക്കാം, ഭക്ഷണം നിയന്ത്രിക്കാം, ബന്ധങ്ങളെ നിയന്ത്രിക്കാം, എല്ലാം വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഒരു ജോലി ഉപേക്ഷിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ BSc B.Ed ആയിരുന്നു. ഞാൻ സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഈ ദർശനം കിട്ടുന്നത്. ആ സമയത്ത് പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാം എനിക്കെതിരായി. എല്ലാവരും പറഞ്ഞ ഷീല എന്തായി കാണിക്കും, ഷീലയ്ക്ക് 2-3 മക്കളൊക്കെ ഇല്ലേ, ഇങ്ങനെ ഭക്തിയും പറഞ്ഞുകൊണ്ടിരുന്നാലും ജീവിക്കാൻ പറ്റുമോ, നല്ലൊരു ജോലിയല്ലേ, ഇത് കളഞ്ഞിട്ട് പോകരുത്, മണ്ടത്തരമാണ്. കാരണം എനിക്ക് അവിടെ ദർശനം കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വാല്യൂസ് ഒക്കെ പഠിപ്പിക്കാൻ, വാല്യൂസ് എന്ന് പറഞ്ഞ മൂല്യങ്ങളൊക്കെ, സത്യത്തിൽ നമ്മൾ സത്യസന്ധതയായിട്ട് ജീവിക്കണം, സത്യമേ പറയാവൂ, ആരുടെ മോഷ്ടിക്കരുത്, പിന്നെ അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കും. അപ്പൊ ഇത് മാത്രം പഠിപ്പിച്ചാൽ പോരല്ലോ, മറ്റേ നമ്മുടെ ഭൗതികമായ വിദ്യയെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെങ്കിൽ പ്രിൻസിപ്പാളിനൊക്കെ അതൊരു ബുദ്ധിമുട്ടായി. എന്നോട് ക്ലാസ്സിലൊക്കെ വന്ന് വഴക്ക് പറഞ്ഞ, ഷീല സിലബസിലുള്ള പഠിപ്പിച്ചാൽ അതിന് പുറത്തുള്ള ഒന്നും പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. പതുക്കെ ഞാനൊരു 13 മാസം, എനിക്കൊരു കണക്കുണ്ട്, 13 മാസത്തോളം ഞാൻ സ്കൂളിൽ പിടിച്ചു നിന്ന് ജോലി വിടാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചു. പക്ഷെ എല്ലാവരും എനിക്കെതിരായി. കാരണം സ്കൂളിലെ കുട്ടികളെല്ലാം എനിക്ക് സപ്പോർട്ടാണ്. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും കുട്ടികൾ ഓടി വന്നിട്ട് കാലയിലൊക്കെ ഒന്ന് തൊട്ട് ഒഴിവൊക്കെ ചെയ്യും. കാരണം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ടീച്ചർമാരെല്ലാം എതിരായി. ടീച്ചർമാർ പിന്നെ എവിടെ ചോദിച്ചു, ഷീല എങ്ങനെ ജീവിക്കും ജോലി വിട്ടാൽ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ പറ്റി എന്തറിയാം, എനിക്ക് ജോലി വിട്ടാൽ ഒന്നുമില്ല. ഞാൻ 12 വയസ്സോട്ട് തയ്ക്കുന്ന ഒരാളാണ്. ദിവസം ഒരു ചുരിദാറോ അല്ലെ 2 ചുരിദാർ തയ്ച്ചു കൊടുത്താൽ ഞാൻ വീട്ടിലിരുന്ന് 500 രൂപ ഞാൻ ഉണ്ടാക്കും. എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ സത്യമാണ്. ഒരു യോഗിയെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും തോൽപ്പിക്കാൻ സാധ്യമല്ല. അതുപോലെ ഒരു യോഗിക്ക് ഭൂമിയിൽ ഒന്നിനെയും ഭയമില്ല, രോഗങ്ങളെ ഭയമില്ല. പിന്നെ ഇനി എന്ത് പ്രകൃതി ദുരന്തം വന്നാലും, സുനാമി വന്നാലും, ഇനി ആറ്റം ബോംബ് വന്ന് വീണാലും യോഗി അത് സ്പർശിക്കുകയില്ല. മിസൈൽ വന്ന് വീണ, കാരണം ഇതിനകത്തെല്ലാം ഭഗവാനാണെന്നൊരു യോഗി തിരിച്ചറിയുമല്ലോ. അപ്പൊ വിഷ്ണുയോഗി എന്ന് പറഞ്ഞാൽ സകലത്തിലും വിഷ്ണുവിനെ കാണുന്നത്. വിഷ്ണു എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയായ ഭഗവാൻ എന്നാണ് അർത്ഥം. വിഷ്ണു, വിശ്വത്തിൽ അണുവായിരിക്കുന്നവൻ. വിഷ്ണു, വിഷ് പ്ലസ് അണു, വിഷ് എന്ന് പറഞ്ഞാൽ വിശ്വത്തിൽ അണുവായിട്ടിരിക്കുന്നത്. അതായത് ഓരോ കോശത്തിലും, ഓരോ തന്മാത്രയിലും, ഓരോ ആറ്റത്തിലും അണുവായിട്ടിരിക്കുന്നവൻ ആരോ, അതാണ് വിഷ്ണു. അപ്പൊ ഒരു വിഷ്ണുയോഗി ആവണമെങ്കിൽ നമ്മൾ എല്ലാത്തിലും വിഷ്ണുവിനെ കാണണം. ഞാനിപ്പോ എല്ലാ ലോകത്തിലുള്ള സകല ചരാചര, ഒരു ഉറുമ്പിനെ കണ്ടാലും ഭഗവാനെ അവിടെ നിന്നാണല്ലോ അതിൽ പ്രാണനായിട്ടിരിക്കുന്നത്. അപ്പം ജലേ വിഷ്ണു, സ്ഥലേ വിഷ്ണു, വിഷ്ണുരാകാശമുച്ചതേ, സ്ഥാപനം ജംഗമം വിഷ്ണു, സർവം വിഷ്ണുമയൻ ജഗത്. അതായത് ജലേ വിഷ്ണു, സ്ഥലേ വിഷ്ണു, ജലത്തിൽ ഭഗവാനാണ്. സ്ഥലേ വിഷ്ണു, കരയിൽ നോക്കിയാൽ അവിടെയും ഭഗവാനാണ്. ജലേ വിഷ്ണു, സ്ഥലേ വിഷ്ണു, വിഷ്ണുരാകാശം ഉച്ചതിന്, ആകാശത്തോട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഭഗവാനാണ്. സ്ഥാപനം ജംഗമം വിഷ്ണു, ചലിക്കുന്നതും, സ്ഥാപനം എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നിൽക്കുന്ന, ചലിക്കാത്തത്. ജംഗമം വിഷ്ണു, അത് ചലിക്കുന്നത്. അപ്പൊ ചലിക്കുന്നതും ചലിക്കാത്തതുമായതും ജീവനുള്ളതും ജീവനില്ലാത്തവയിലെല്ലാം ഭഗവാനെ കാണുന്നവൻ ആരാണോ അവനാണ് ഒരു വിഷ്ണുയോഗി. അപ്പൊ അത് ഞാൻ വിഷ്ണുയോഗി ആയത് അങ്ങനെയാണ്. ഞാൻ എല്ലാത്തിലും വിഷ്ണു ഭഗവാനെയാണ് കാണുന്നത്. ഞാൻ ഇതുവരെ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെ വിഷ്ണുയോഗിയാണ്. പിന്നെ ഒരു വിഷ്ണുയോഗിയെ തിരിച്ചറിയാനുള്ള ഒരു വഴിയെന്ന് പറഞ്ഞാൽ, അത് നമ്മുടെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അത് 5-ാം അധ്യായത്തിൽ 18-ാമത്തെ, എനിക്ക് ഒരുപാട് 700 ശ്ലോകങ്ങളുണ്ട്. പെട്ടെന്ന് ആ ഒരു ഏത് ശ്ലോകമാണെന്ന് ഓർമ്മ, ഞാനത് നോക്കി. 5-ാം അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകം. ആ ശ്ലോകം ഇതാണ് പറയുന്നത് വിഷ്ണുയോഗിയെ കുറിച്ച്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവശ്യ പാക്കേജ പണ്ഡിത സമദർശന. വിദ്യാവിനയ സമ്പന്നെ, ഒരു വിഷ്ണുയോഗിയിലെ
വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും, ജ്ഞാനം ഉണ്ടായിരിക്കും, പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള ജ്ഞാനം, അതാണ് വിദ്യ. വിദ്യാവിനയ സമ്പന്നെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിനയം ഉണ്ടായിരിക്കും. വിദ്യാവിനയ സമ്പന്ന, വിദ്യയോടും വിനയത്തോടും സമ്പന്നമായിരിക്കും ഒരു വിഷ്ണുയോഗി. വിദ്യാവിനയ സമ്പന്നെ. വിദ്യ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം, ഈശ്വരനെ കുറിച്ചുള്ള ശരിയായ അറിവ്. വിദ്യാവിനയ സമ്പന്നെ. ബ്രാഹ്മണേ ഗഹിഹസ്തിനി. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പൂണൂലിട്ട ബ്രാഹ്മണനൊന്നും അല്ല. പൂണൂലിട്ടാലൊന്നും ബ്രാഹ്മണനാവത്തില്ല. ബ്രഹ്മജ്ഞാനേ ഇത് ബ്രാഹ്മണ. ആർക്കാണോ ബ്രഹ്മജ്ഞാനം കിട്ടിയത്, ഈശ്വരനെ കുറിച്ചുള്ള അറിവ് കിട്ടിയത്, അവരൊക്കെ ബ്രാഹ്മണരാണ്. ഞാനിപ്പോ ഒരു പറയുകയാണെങ്കിൽ ഞാനൊരു അസുരകുലത്തിലാണ്, OBCയിൽ ജനിച്ച ഒരാളാണ്. പക്ഷെ ഞാൻ ഇപ്പം ബ്രഹ്മത്തിലെത്തിയ ബ്രാഹ്മണനായി മാറിക്കഴിഞ്ഞാൽ എന്നെ ഇപ്പോൾ ആരും അംഗീകരിക്കേണ്ട എനിക്കൊരു ആവശ്യമില്ല. ഈ ഭൂലോകത്തിൽ ഒരു മനുഷ്യർ അംഗീകരിച്ചില്ലെങ്കിൽ ഷീലായപ്പൻ്റെ ഒരു വിഷയമല്ല. കാരണം ഭഗവാൻ നാരായണനാണ് ഇതിന് ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ വേറെ ആരുടെ അംഗീകാരത്തിന്റെ ആവശ്യമേ ഇല്ല. രഞ്ജിത്ത് ആർ ഈസ് വാച്ചിങ്. ഹരി ഓം. എന്താ പറയുന്നത്, ഞാൻ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നത്, അതിനിടയ്ക്ക് ആളിനെ കാണാൻ പോയി. അപ്പൊ എന്തൊക്കെയാണെന്നല്ല ബ്രാഹ്മണ ഗൃഹസ്ഥിനി. അപ്പൊ ബ്രഹ്മജ്ഞാനി ഇത് ബ്രാഹ്മണ, ബ്രഹ്മത്തെ അറിഞ്ഞവൻ അല്ലെങ്കിൽ ഈശ്വരനെ അറിഞ്ഞവനാണ് ബ്രാഹ്മണൻ. അപ്പൊ ഞാനും ബ്രാഹ്മണനായി. ബ്രഹ്മജ്ഞാനി ഇത് ബ്രാഹ്മണനെയും ഗവി എന്ന് പറഞ്ഞാൽ പശു എന്നാണ്. ഗവി ഹസ്തിനി എന്ന് പറഞ്ഞാൽ ആന എന്നാണ്. ബ്രാഹ്മണേ ഗവി ഹസ്തിനി. ശുനി എന്ന് പറഞ്ഞാൽ ആരാണ്? പട്ടി, നായ, ശ്വാനൻ എന്നാണ് ശുനി. ചൈവശ്യ പാക്കേജ് എന്ന് പറഞ്ഞാൽ ചണ്ടാളൻ. അതായത് നമ്മൾ ഈ ദളിതൻ എന്നൊക്കെ പറയുന്നവരെയാണ് ചണ്ടാളൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചണ്ടാളനെയും ആരാണോ ഒരുപോലെ കാണുന്നത്, ഇവരിലെല്ലാം ഭഗവാനെ കാണുന്നവൻ ആരാണോ അതാണ് യഥാർത്ഥ വിഷ്ണുയോഗി. ഇനി ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ദളിതന്റെ കൂടെയാണ് താമസിക്കുന്നത്. അയ്യപ്പൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ദളിതനാണ്. അപ്പൊ ഞാൻ ആ ചണ്ടാളനെന്നോ അല്ലെങ്കിൽ ദളിതനെന്നോ പറയുന്നത് അതും എനിക്ക് ഭഗവാനാണ്. അപ്പൊ ഇവരിലെല്ലാം ഭഗവാനെ കാണാൻ കഴിയുന്നവനാണ് ഒരു വിഷ്ണുയോഗി. അപ്പൊ നിങ്ങൾ എത്ര പേർക്ക് ഒരു ദളിതനെ കല്യാണം കഴിക്കാൻ പറ്റും? അല്ലെ നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾ കല്യാണം കഴിപ്പിക്കുക. എല്ലാവരും ആദർശം പറയല്ലേ ഉള്ളൂ. ഷീലായപ്പം കുഞ്ഞുനാൾ തൊട്ട് ആദർശം പറയല്ല, പറയുന്നത് ആദ്യം പ്രവർത്തിച്ചങ്ങ് കാണിക്കുക, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ സ്വഭാവം. ഓക്കെ. അപ്പൊ വിഷ്ണുയോഗി ആരെന്ന് മനസ്സിലായി. ജലേ വിഷ്ണു, സ്ഥലേ വിഷ്ണു, വിഷ്ണു ആകാശമുച്ചതേ, സ്ഥാപനം ജംഗമം വിഷ്ണു, സർവം വിഷ്ണുമയം ജഗത്, വിദ്യാവിനയ സമ്പന്നേ, ബ്രാഹ്മണേ ഗവി ഹസ്തിനി, ശുനി ചൈവശ്യ പാക്കേജ, പണ്ഡിത സമദർശന. അങ്ങനെ എല്ലാത്തിലും കാണുന്ന ആളാണ് യഥാർത്ഥ വിഷ്ണുയോഗി. വിഷ്ണുയോഗിയാണ് നമ്മൾ ആത്മജ്ഞാനി എന്ന് പറയുന്നത്. അങ്ങനെ കുറെ പേരുകളുണ്ട്. വിഷ്ണുയോഗി അവതാരം എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ വിഷ്ണുയോഗി എന്ന് പറയുന്നത് യുഗങ്ങളിൽ 1 or 2 അതിനെക്കുറിച്ച് ഗീതയിൽ പറയുന്നുണ്ട്. 7ാം അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകം. 7ാം അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ബഹുനാ ജന്മനാമന്ദേ ജ്ഞാനവാൻ മാ പ്രപദ്യതേ വാസുദേവ സർവവിദിസ മഹാത്മാസു ദുർലഭ. അതായത് ബഹുനാ ജന്മനാമന്ദേ, അനേക ജന്മങ്ങൾ എടുത്തതിന് ശേഷം ജ്ഞാനം പൂർണ്ണമായ ഒരു യോഗി. ബഹുനാൻ ജന്മനാമന്ദേ ജ്ഞാനവാൻ മാ പ്രപദ്യതേ. ജ്ഞാനവാൻ എന്ന് പറഞ്ഞാൽ യോഗി. വാസുദേവ സർവമിതിസ മഹാത്മാ സുദുർലഭ. വാസുദേവനാണ് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന യോഗി അതിദുർലഭനാണ്. ദുർലഭരിൽ ദുർലഭനാണ്. അതിദുർലഭമാണെന്ന് ഞങ്ങൾ കാണാൻ പോലും കിട്ടത്തില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാമല്ലോ, ഈ ലോകത്ത് ഏത് സന്യാസിമാരെയോ ഏത് ബാബാമാരെയോ അല്ലെങ്കിൽ ഏത് ഇപ്പൊ അമൃതാനന്ദമയി അമ്മയൊക്കെ എന്റെ ഗുരുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി അമൃതാനന്ദമയെ കാണാം. പക്ഷെ ഷീലായപ്പന്റെ അടുത്ത് ഈ ലോകത്തിൽ ആർക്കും വരാൻ പറ്റത്തില്ല. മക്കൾക്ക് പോലും വരാൻ പറ്റത്തില്ല, ഭർത്താവിന് വരാൻ പറ്റത്തില്ല. കാരണം ഇവിടെ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്നെ ആർക്കും കാണാൻ പറ്റത്തില്ല. ഇനി ഞാൻ ആരെങ്കിലും കാണണേ സ്വയം എനിക്ക് തോന്നുന്നത് ഭഗവാൻ, അതായത് നമ്മുടെ പപ്പാജി തോന്നിക്കണം ഇവരെ പോയി കാണാൻ എന്ന് എപ്പം പറയുമ്പോൾ മാത്രമേ നമുക്ക് അവരെ കാണാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഒരു വിഷ്ണുയോഗിയുടെ പ്രത്യേകത. വിഷ്ണുയോഗിയുടെ അടുത്ത് ആർക്കും ചെല്ലാൻ പറ്റത്തില്ല. വിഷ്ണുയോഗി ഇപ്പം ഞാനിങ്ങനെ ഓൺലൈനിലല്ലേ നിങ്ങളായിട്ട് സംവദിക്കുന്നത്, അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും എൻ്റെ അടുത്ത് നേരിട്ട് വരാൻ പറ്റത്തില്ല. വരാൻ പറ്റും. അതുപോലെ പ്രഹ്ലാദനെ പോലോ ഹനുമാനെ പോലോ ശബരിയെ പോലെയോ ഗുഹനെ പോലെയോ ഒക്കെ പരമഭക്തരായിട്ട് ഭഗവാന്റെ നമ്മുടെ പിതാശ്രീ ആയ നാരായണന്റെ ഭക്തനായി മാറിക്കഴിഞ്ഞാൽ അപ്പം നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ ഒരിക്കലും കാണാൻ പറ്റില്ല. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പം വിഷ്ണുയോഗി എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ആ ഒരു വിഷ്ണുയോഗിയാണ് ഷീലായപ്പന്. പിന്നെ നമ്മൾ പഠിച്ചല്ലോ, നേരത്തെ പഠിച്ച ഭഗവാനിലാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നദി എങ്ങനെ സമുദ്രത്തെ പ്രാപിക്കാൻ വേണ്ടി ഓടിപ്പോകുന്നു. സമുദ്രത്തിൽ നിന്ന് ജനിച്ചതാണ് നദി, അതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞു. അങ്ങനെ ഓടിപ്പോകും. അതുപോലെ നമ്മുടെ ജീവിതവും നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ഇവിടുന്ന് കുറേ വാരിക്കൂട്ടി മക്കളെയും ജനിപ്പിച്ച് ഇവരുടെ കൂടെ ഇങ്ങനെ ജീവിച്ച് മരിക്കാനല്ല നമ്മളെ ഭഗവാൻ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. നമ്മളെ പുരുഷാർത്ഥങ്ങൾ നേടാനാണ്. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ വിടുതല്, സാൽവേഷൻ, മുക്തി എന്നൊക്കെയാണ്. അത് നമുക്ക് ജീവിതത്തിൽ ഒരു ഇത് വേണ്ടേ, മുക്തി വേണ്ടേ? നിങ്ങൾ എല്ലാവരും, മനുഷ്യരെല്ലാവരും ഒരു 500 കിലോ ടെൻഷനുമായിട്ട് ഇന്ന് ജീവിക്കുന്ന മനുഷ്യരാണ് ഭൂമിയിൽ കൂടുതലുള്ളത്. ഇത് ഞാൻ 32 വർഷം മുമ്പ് ഞാനും ഇതുപോലെ ഒരുപാട് ടെൻഷനും തലയെ കൊണ്ടുനടന്ന ഒരാളാണ്. ഗുരുവിനെ കിട്ടിയ പിന്നെ എനിക്ക് ടെൻഷനില്ല. ഗുരു പറഞ്ഞ് മക്കളെ ഇനി കരയല്ലേ, മക്കളുടെ ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി, ഇനിയും ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഗുരു എൻ്റെ കൂടെ ഉണ്ട് എന്ന്
വാക്ക് തന്നോടുകൂടി എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നുള്ള ഞാൻ എല്ലാം അങ്ങോട്ട് ഗുരുവിൻ്റെ മണ്ടയിലിട്ട്. അപ്പം നമ്മളൊരു യാത്രയ്ക്ക് പോവാണ്, നമ്മളിപ്പോൾ ട്രെയിനിൽ കയറാൻ പോവാണ്, നമ്മുടെ കയ്യിൽ കുറേ ലഗേജ് ഉണ്ട്, അതും വലിച്ചുകൊണ്ട് നമ്മൾ പ്ലാറ്റ്ഫോമിലൊക്കെ പോകുമ്പോൾ പെട്ടി 2-3 ചട്ടി കുട്ടി എല്ലാം കൂടെ നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കാന്ന് വിചാരിച്ച് എന്തോ ഒരു ഭാരം, പുറത്തൊരു ബാഗ്, കയ്യിൽ 2 കയ്യിലൊരു കൊച്ച്, എല്ലാം കൂടെ നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട് ട്രെയിനിൽ കയറാൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഭാരം തോന്നും. പക്ഷെ നമ്മൾ ട്രെയിനകത്ത് കൊണ്ട് അതങ്ങ് ഇടുകയാണ്. എല്ലായിടത്തും വെച്ച് കഴിയുമ്പോൾ നമ്മൾ റിലാക്സ് ആവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ടെൻഷൻ ഉണ്ടോ, എന്തെല്ലാം ചിന്തകളുണ്ടോ, എന്തെല്ലാം പ്രശ്നമുണ്ടോ, അതൊക്കെ അങ്ങ് ഭഗവാനിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. ഭഗവാൻ നോക്കട്ടെ. എന്നിട്ട് നമ്മൾ വെറുതെ ഇരിക്കരുത്. അവിടെ നിന്ന് എവിടെയെങ്കിലും കുത്തിയിരുന്നോട്ട് രാമ 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 രാമയോ ഒന്നും കുരിശ് വരച്ചാലോ അല്ലെ അതൊന്നും അല്ലെ പോയിരുന്ന് നിസ്കരിച്ചാലോ ഒന്നും ഭഗവാൻ നമ്മൾ ഉണരുകയേയില്ല. നമ്മൾ കർമ്മം ചെയ്യണം. നമ്മൾ പരിശുദ്ധമായ കർമ്മം, ആർക്കും ദ്രോഹം ഉണ്ടാവാതെ നമുക്ക് നന്മ വരാൻ വേണ്ടി ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും നമ്മൾ കർമ്മം ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ പുരുഷാർത്ഥങ്ങൾ നേടാനാണ് വന്നത്. ധർമ്മം, അതായത് നേരായ മാർഗത്തിനെയാണ് ധർമ്മം എന്നാൽ ധർമ്മം അർത്ഥം എന്നാൽ ധർമ്മമാർഗത്തിൽ കൂടെ അർത്ഥം സമ്പാദിക്കുക. അതാണ് ഞാൻ കുഞ്ഞുനാൾ തൊട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ നേരായ മാർഗത്തിൽ കൂടെ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് എനിക്ക് ആവശ്യമുള്ള പൈസ ഉണ്ടാക്കി, അർത്ഥമുണ്ടാക്കി. ധർമാദർത്ഥസ്യ കാമസ്യ, കാമത്തിന് സെക്സ് എന്ന്, ലസ്റ്റ് എന്ന, ഡിസയർ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അതല്ല, കാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്നുള്ള അർത്ഥമാണ്. നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അതൊക്കെ നമ്മൾ അങ്ങോട്ട് സാധിച്ചു കൊടുക്കുക. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിന് നമുക്ക് കാശ് വേണം. അത് നമ്മൾ അധ്വാനിച്ച ആ കാശ് കൊണ്ട് നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ അങ്ങോട്ട് സാധിച്ചു കൊടുക്കുക. എന്നാൽ അങ്ങനെ മാത്രം പോയെങ്കിലേ നമുക്ക് മോക്ഷം കിട്ടുള്ളൂ, മുക്തി കിട്ടുള്ളൂ. അപ്പം ഞാനിങ്ങനെ ചെറുപ്പം തൊട്ടേ, എനിക്ക് ചെറുപ്പകാലത്തിൽ എന്തായിരുന്നു ആഗ്രഹം, പഠിക്കുന്ന സമയത്ത് ഒരു 10-12 വയസ്സായപ്പം തൊട്ട് ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകുന്ന ഈ ഭക്തി ഉള്ള സിനിമകളുണ്ടല്ലോ, അതായത് അംബാംബിക, അംബാലിക, പിന്നെ സ്വാമി, പിന്നെ ശ്രീമുരുകന്, ശ്രീമദ് ഭഗവത്ഗീത, ചോട്ടാനിക്കരയമ്മ, ഇതൊക്കെ എൻ്റെ ചെറുപ്പത്തിലുള്ള പിക്ചറുകളാണ്. പിന്നെ അങ്ങനെ കുറെ സത്യവാൻ സാവിത്രി, അങ്ങനെ കുറെ സിനിമകളൊക്കെ. ഇതെല്ലാം എനിക്ക് കണ്ടേ പറ്റുള്ളൂ. വീട്ടിൽ പറഞ്ഞ ആരും കൊണ്ടുപോകത്തില്ല. അപ്പം ഞാൻ തന്നെ പോകും. അപ്പം എനിക്ക് കാശ് വേണ്ട, എനിക്ക് രണ്ടാനച്ഛനാണ് ഉള്ളത്. അങ്ങനെ പൈസ ഒന്നും എടുക്കേണ്ട ആവശ്യം എനിക്കില്ല, എനിക്ക് അമ്മയോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ തയ്ക്കുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്, ഞാൻ തന്നെ പോയി സിനിമ കാണും. അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ അന്നത്തെ ആഗ്രഹം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കോളേജിലായി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ എൻ്റെ ബീന മോഹനചന്ദ്രൻ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. എൻ്റെ പ്രീ ഡിഗ്രി തൊട്ട് ഡിഗ്രി വരെ പഠിച്ചവർ എൻ്റെ ഒരു കൂട്ടുകാരിയാണ്. ഇപ്പോൾ ഓൺലൈനിൽ വന്നിട്ടുണ്ട്. ഹരി ഓം ബീനാജി, കണ്ണ സ്വാഗതം, നമസ്കാരം. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയാണ്, അവർക്കൊക്കെ അറിയാം ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ എന്തുമാത്രം സിനിമ കാണുമായിരുന്നു. അന്ന് എനിക്ക് ഒരുപാട് ടെൻഷനാണ്. അച്ഛനില്ല, അമ്മയാണ് 2ാം കല്യാണം കഴിച്ചു പോയി, പിന്നെ ഉള്ളത് മുത്തച്ഛനും മുത്തച്ഛിയെ പ്രായമായിരിക്കും. എനിക്കങ്ങ് ടെൻഷനാണ്, എനിക്ക് ആരും ഇല്ലെന്നുള്ള ടെൻഷനാണ്. അപ്പം ഞാൻ എന്നെ സമാധാനം കിട്ടാനാണ് സിനിമയ്ക്ക് പോകുന്നത്. അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ സാധിച്ചു പോയി. 20 വയസ്സിൽ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചു, അത് നടന്നു. അങ്ങനെ എല്ലാം എന്തൊക്കെ വിചാരിച്ചു അതെല്ലാം ഭഗവാൻ 2004 ആയപ്പോഴത്തേക്ക് എനിക്ക് സാധിച്ചു. പിന്നെ എനിക്ക് ആഗ്രഹം ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞ്, ഇത്രയും ആഗ്രഹങ്ങൾ എനിക്ക് ഭഗവാൻ സാധിച്ചു തന്നല്ലോ. എൻ്റെ ഗുരുവിൽ ചെന്നതിന് ശേഷമാണ്. ഗുരുവിൻ്റെ അടുത്ത് 11 വർഷത്തോളം ഗുരുവിനെ ദർശിക്കുമായിരുന്നു. എല്ലാ വർഷവും ബോംബെയിൽ നെരൂളെന്ന് പറഞ്ഞിടത്താണ് അമ്മയുടെ ആശ്രമം. അവിടെ പോയി എല്ലാ വർഷവും ഞാനും അയ്യപ്പച്ചേട്ടനും അവിടെ പോയി പിന്നെ കാണുകയും അനുഗ്രഹം വാങ്ങുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഈ 11 വർഷം കൊണ്ട് ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും അങ്ങ് തീർന്നു. എന്നാൽ കുറച്ച് സാമ്പത്തികം ഉണ്ട്, അതൊരു പ്രശ്നമല്ല, നമ്മൾ ജോലി ചെയ്യുന്നതാണല്ലോ, അത് നമ്മൾ ഒരു വഴി കൂടെ അതങ്ങ് ലോണൊക്കെ അടച്ചു. അപ്പം ബാക്കിയുള്ള സകല പ്രശ്നങ്ങളും തീർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ വന്ന, എൻ്റെ ദൈവമേ ഭഗവാനെ, ഇനിയുള്ള കാലം ഇനി ഭഗവാന് വേണ്ടി ജീവിക്കുക. പണ്ട് ഒരുപാട് കീർത്തനങ്ങൾ അറിയാമല്ലോ, അതൊക്കെ ഒന്ന് ജപിക്കുക, ഒന്ന് പൊടി തട്ടിയെടുത്ത് ഇനി കുറച്ച് ധ്യാനവും രാമായണ വായന തുടരണം, കുറച്ച് നാമം ജപിക്കണം. സമയമില്ല, കുഞ്ഞുങ്ങളൊക്കെ ചെറുതാണ്. മോൾക്ക് 2 വയസ്സും ഇളയ മോൾക്ക് 2 വയസ്സും മോൻ 5 വയസ്സുമാണ് പ്രായം. അപ്പം ഇവരെയും കൂട്ടി ഞാൻ നാമം ചെല്ലാൻ എനിക്ക് എപ്പോഴാണ് സൺഡേയിൽ ബാക്കി ദിവസം എനിക്ക് രാവിലെ 4 മണിക്ക് എണീക്കുന്ന ഞാൻ രാത്രി 12 മണിക്കാണ് കിടക്കുന്നത്. അത്ര സ്കൂളുണ്ട്, അത് കഴിഞ്ഞ് ട്യൂഷനുണ്ട്, ജീവിക്കാൻ വേണ്ടി അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. പക്ഷെ ഞാൻ എന്നാലും ഞായറാഴ്ച ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ അങ്ങനെയാണ് ഈ ഒരു ആത്മീയ ഒരു ഭക്തിയിലേക്ക് ഞാൻ ഇങ്ങനെ പൂർണ്ണമായിട്ട് ഇറങ്ങി വന്ന 2007 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഭഗവാന്റെ ദർശനം കിട്ടുന്നത്. അപ്പം അങ്ങനെയാണ് ഞാനൊരു വിഷ്ണുയോഗിയായി മാറുന്നത്. ഇതൊക്കെ ഞാൻ എൻ്റെ ഇതിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ പിന്നെ ജീവചരിത്രം ഷീലായൻ ജേർണി ആൻഡ് ബയോഗ്രഫി ഓഫ് ഷീലായി ഇപ്പം നമ്മുടെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് 300-301 എപ്പിസോഡുകളുണ്ട്. ഞാൻ 2 വർഷം കൊണ്ടാണ് ഞാൻ അത് എഴുതി തീർന്നത്. അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ധർമാദർത്ഥസ്യ കാമശ, ധർമ്മത്തിൽ കൂടെ അർത്ഥം സമ്പാദിക്കുക, പണം സമ്പാദിക്കുക, കാമത്തെ പൂർത്തീകരിക്കുക, എന്നിട്ട് നമ്മളെ മോക്ഷത്തിലെത്തും. അപ്പം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നമ്മൾ ഏറ്റവും മോക്ഷത്തിലെത്തുമെന്ന് അറിയണം. നമുക്ക് രോഗങ്ങളെ നമ്മളിൽ നിന്ന് ഇല്ലാതാകും. അപ്പോഴാണ് നമ്മൾ മോക്ഷമുക്തിക്ക് അർഹരായത്. അപ്പം ഇനി നമുക്കൊരു അടുത്തൊരു കാര്യം പഠിക്കാനുള്ളത്, എങ്ങനെയാണ് മനുഷ്യനെല്ലാം രോഗങ്ങളല്ലേ. ഇന്ന് രോഗങ്ങളില്ലാത്ത ആളുകളുണ്ടോ? കൊളസ്ട്രോളായി, അത് എനിക്കിതൊന്നും അറിയത്തില്ല സത്യം പറഞ്ഞാൽ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ബാഡ് കൊളസ്ട്രോളോ ഗുഡ് കൊളസ്ട്രോള്, പിന്നെ എന്തൊക്കെയാണ് BP, ബ്ലഡ് പ്രഷറ്, പിന്നെ എന്താ കോമൺ ആയിട്ടുള്ളത്, പിന്നെ ഷുഗറ്,
ഈ വക അസുഖങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. ഇത് എന്തുകൊണ്ടാണ് മനുഷ്യന് അസുഖം വരുന്നത്? ഒന്നാമത് മനുഷ്യന്റെ ഇഷ്ടം പോലെ പൈസയുണ്ട്. 3 കാര്യത്താലാണ് മനുഷ്യന് അസുഖം വരുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിന്റെ തുടർച്ചയാണല്ലോ ഈ ജന്മം. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത തെറ്റുകളുടെയൊക്കെ ഫലമായിട്ട് കുറച്ച് ബാക്കിയെടുക്കുക. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന് അപ്പം അത് അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് രോഗങ്ങൾ വരും. രണ്ടാമത്തേത്, ചില രോഗങ്ങളൊക്കെ എത്ര ചികിത്സിച്ചാലും ഭേദമാകത്തില്ലല്ലോ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ തന്നെ നമ്മൾ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ആരെങ്കിലും ഉപദ്രവിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും നശിച്ചു പോട്ടെന്ന് പറയും, എന്തെങ്കിലും മനസ്സിലെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും ആളുകൾ. അപ്പം അങ്ങനെ മനസ്സാവാച കർമ്മണ നമ്മൾ ചെയ്യുന്ന ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകളുടെ ഫലമായിട്ട് നമുക്ക് അസുഖം വരും. അല്ലാതെ ഒരു കാരണം തീയില്ലാതെ ഒരിക്കലും പുക ഉണ്ടാവുകയില്ല. അപ്പം അങ്ങനെ അസുഖം വരും. പിന്നെ നമ്മുടെ ഭക്തിയില്ലായ്മ. ആൾക്കാർക്ക് പണം മതി. ഭക്തി എന്ന് പറഞ്ഞാൽ അവനവനോട് സ്നേഹം. ഞാൻ ഭക്തി എന്ന് പറഞ്ഞത് ഞാൻ വിഗ്രഹാരാധനയോട് എതിരെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അതിനെ ഒരു 0% സപ്പോർട്ട് ചെയ്യുന്നത്. വിഗ്രഹത്തിലല്ല, ഭഗവാൻ ഉണ്ട് എല്ലായിടത്തും. പക്ഷേങ്കിൽ വിഗ്രഹത്തിലൊന്നും അല്ല ജീവനുള്ള ഭഗവാൻ. എനിക്ക് വിഗ്രഹത്തിലോ അല്ല, അമ്പലത്തിലല്ല, ആശ്രമത്തിലല്ല, പിന്നെ മസ്ജിദിലോ മന്ദിറിലോ അല്ലെങ്കിൽ ചർച്ചിലോ എവിടെയല്ല ഭഗവാൻ ഇരിക്കുന്നത്. ഭഗവാൻ ഇരിക്കുന്ന ക്ഷേത്രമാണ്, നമ്മുടെ ശരീരം ക്ഷേത്രമാണ്, നമ്മുടെ ഹൃദയത്തിൽ തുടിക്കുകയാണ് ഭഗവാൻ. അതാണ് ഭഗവാന്. അപ്പൊ ആ ഭഗവാനിൽ വിശ്വാസമില്ല, ദൈവത്തിനെ എതിർക്കുകയാണ്. ഇതൊക്കെ പണ്ടത്തെ കാര്യങ്ങളാണ്, പുരോഗമന ചിന്ത വേണം. പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കാരറിയാലോ പ്രബുദ്ധരാണ്, പുരോഗമന ചിന്താഗതിക്കാരാണ്. അവരൊക്കെ ശൈവരാണ്. അല്ല, പുരോഗമന ചിന്താഗതി എന്ന് പറയുന്നത് നമ്മുടെ പപ്പാജിക്ക് എതിരാണ്, നമ്മുടെ വിഷ്ണുവിനെതിരാണ്. അതായത് ശിവനാണ്. അതായത് ശിവനായിട്ടാണ് ഇന്ന് ആൾക്കാരെല്ലാം ജീവിക്കുന്നത്. എല്ലാവർക്കും ലിംഗാരാധനയോടാണ് ഇഷ്ടം. ലിംഗാരാധന എന്ന് പറഞ്ഞാൽ സ്വന്തം ലിംഗം കൊണ്ട് ആരാധിക്കുന്നത് ലിംഗാരാധന തന്നെയാണ്. അപ്പം നമ്മൾ എന്താ പറയുന്നത്, ഭക്തിയില്ലായ്മ. ഭക്തി ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയ്ക്ക് എന്താ പറയുന്നത്, മ്ലേച്ഛത്വം എന്ന് പറയുന്നത്. മ്ലേച്ഛന്മാരായിട്ട് ജീവിക്കുകയാണ് മനുഷ്യർ. അതായത് ദൈവത്തിനെ കുറിച്ച് പറയുന്നത് ചിലർക്ക് ഇഷ്ടമല്ല, ആത്മീയത പറയുന്നത് ഇഷ്ടമല്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ അവനവനോട് സ്നേഹമുള്ളവർക്കൊക്കെ പിന്നെ വിഷ്ണുവിനോട് സ്നേഹമാണ്. ഇപ്പം നമ്മൾ യഥാർത്ഥമായിട്ട് മൂന്നാണ്. 3-ൽ നമ്മളിപ്പോൾ 2 ആണ് പ്രധാനമായിട്ട് എടുത്തിരിക്കുന്നത്. അതായത് പിന്നെ വിഷ്ണുവിനെ ശിവന്. വിഷ്ണു ഭഗവാൻ എന്ന് പറഞ്ഞാൽ നാരായണൻ, അത് ഹൃദയത്തിൽ. ശിവൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം. അപ്പൊ നമുക്ക് രോഗം ഉണ്ടാകുന്നതിന് 3 കാരണങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ ജന്മത്തെ കർമ്മത്തിന്റെ ഫലം. രണ്ടാമത്തേത് ഈ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലം. അതിനകത്ത് നമ്മുടെ അത്യാഗ്രഹം ഉണ്ടാവും, ആസക്തി ഉണ്ടാവും. നമ്മൾ മറ്റുള്ളവരെ ചിലപ്പം പിടിച്ചു പറിച്ചിട്ടുണ്ടാവും, മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടായി തട്ടിപ്പറിക്കോ അടിച്ചു മാറ്റുമോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ദോഷമായിട്ട് ഭവിക്കും. കാരണം വിതയ്ക്കുന്നതല്ലേ നമ്മൾ കൊയ്യുന്നത്. നമ്മളെന്നും കരിമ്പ് തിന്നണമെങ്കിൽ കരിമ്പ് തന്നെ കൃഷി ചെയ്യണം. എന്നും പാവൽ അല്ലെങ്കിൽ കയ്പൽ കൃഷി ചെയ്താൽ നമുക്ക് കയ്പയ്ക്കല്ലേ തിന്നാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. കർമ്മം കൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്. പിന്നെ അടുത്തത് നമ്മൾ അതായത് ഭോഗത്തിലോട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഭോഗിയായി മാറുമ്പോൾ നമ്മൾ രോഗിയാവും. അതേസമയം നമ്മൾ പിന്നെ എന്തെങ്കിൽ നമ്മൾ യോഗിയായി കഴിഞ്ഞാൽ നമ്മൾ രോഗമില്ലാതെ നിരോഗിയായി മാറും. യോഗിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രോഗങ്ങൾ. നമ്മളിപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയായ മോദിജി എവിടെയെങ്കിലും ആശുപത്രി പോയി, അമേരിക്കയിലോ ലണ്ടനിലോ എവിടെയും പോയി ചികിത്സിച്ച് കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത്രയും വർഷമായിട്ട് അദ്ദേഹത്തിന് അസുഖമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? യോഗിജിക്ക് അസുഖം വന്നതായിട്ട് പറയുന്നുണ്ട്. കാരണം ഒരു യോഗിക്ക് ഒരിക്കലും അസുഖം വരത്തില്ല. ഒരിക്കലും യോഗിക്ക് അസുഖം വരില്ല, അത് ഉറപ്പുള്ള കാര്യം. കാരണം അവരുടെ ജീവിതമേ അവർ ഭഗവാന് സമർപ്പിച്ചിരിക്കുക. പിന്നെ എവിടെ നിന്ന് അസുഖങ്ങൾ വരാനാ? കാരണം നമ്മൾ സ്വയം ഭഗവാനല്ലേ. നമ്മൾ ഭഗവാനായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അസുഖം വരുന്നത്? കുറുന്തോട്ടിക്ക് വാദം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുത്തു? ഇപ്പൊ ഞാൻ രോഗിയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് രോഗം എങ്ങനെ മാറുന്നതെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എന്റെ പ്രശ്നം കൊണ്ട് ഞാൻ നടക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരുടെ പ്രശ്നം മാറ്റാൻ സാധിക്കുമോ? അപ്പം ഭഗവാൻ എന്താ ചെയ്യുന്നത്? ആദ്യം യോഗിയുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റി കൊടുക്കും. യോഗിക്ക് വേണ്ടുന്ന ആത്മജ്ഞാനം പകർന്നു കൊടുത്തിട്ട് പറയും, നീ ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക. ഞാനിപ്പം പറയാനുള്ള അധികാരം എനിക്കുള്ളൂ. ഇത് എത്ര പേര് സ്വീകരിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അത് അവരവരെ ഇഷ്ടമാണ്. അവർക്ക് വിധിച്ച പോലൊക്കെ കാര്യങ്ങൾ വരികയുള്ളൂ. അപ്പം 3 കാര്യമാണ് രോഗം വരാൻ: കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലം, ഈ ജന്മത്തിലെ കർമ്മഫലം, പിന്നെ നമുക്ക് ഭക്തിയില്ലായ്മ, അതായത് മ്ലേച്ഛ സ്വഭാവം നമുക്ക് ഇരിക്കുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഈ എന്താ പറയുന്നത്, ഒരു കോള് വരുന്നുണ്ട്. റിപ്ലൈ പിന്നെ നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ലിമിറ്റാണ്. എല്ലാം ഒരു ചക്രത്തിൽ കൂടെയാണ്. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് റിപ്പീറ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. എല്ലാം റിപ്പീറ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ ഭൂമി കറങ്ങുന്നുണ്ട്, അത് ഒരിടത്തൊന്ന് വന്ന് ഒരിടത്ത് അവസാനിച്ചത് റിപ്പീറ്റ് ചെയ്യും. പിന്നെ ആഴ്ചകൾ തിങ്കൾ ചൊവ്വ ബുധൻ കഴിഞ്ഞ് പിന്നെ വ്യാഴം വെള്ളി ശനി ഞായർ, പിന്നെയും തിങ്കൾ റിപ്പീറ്റ് ചെയ്യും. അതുപോലെ ജനുവരി തൊട്ട് എണ്ണി കഴിഞ്ഞാൽ വീണ്ടും അത് ജനുവരി ആകുമ്പോൾ റിപ്പീറ്റ് ചെയ്യും. എല്ലാം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ഋതുക്കൾ, 6 ഋതുക്കളുണ്ട്. അതിൽ 3 എണ്ണമാണ് നമ്മൾ ഉഷ്ണം, വർഷം, ശീതം. അത് മൂന്നുമാണ് നമുക്ക് അനുഭവം ഉള്ളത്. അതായത് ഉഷ്ണകാലം, വേനൽക്കാലം, അതായത് പിന്നെ വർഷകാലം, പിന്നെ എന്താ പറയുന്നത് ശൈത്യകാലം. ഇത് 3ആണ് നമുക്ക് പൊതുവെ നമ്മുടെ ഈ ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. അപ്പൊ ഈ 3 കാലം കഴിഞ്ഞാൽ വീണ്ടും അത് തന്നെയാണ് റിപ്പീറ്റ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മനുഷ്യരെന്ന് ഭൂമിയിൽ 1000 കോടി മനുഷ്യരാണുള്ളത്. ഈ 1000 കോടി മനുഷ്യരും
വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ യുഗത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യർ, അന്നും കാർപ്പൻറ്റർമാരുണ്ട്, അതായത് സ്വർണ്ണപ്പണിക്കാരുണ്ട്, അല്ലെങ്കിൽ പിന്നെ ശില്പികളുണ്ട്, പിന്നെ അന്നും വൈദ്യന്മാരുണ്ട്, പിന്നെ അന്നും പിന്നെ എന്താ പറയുന്നത് കാളവണ്ടി ആയാലും അല്ലെങ്കിൽ മറ്റേ രഥം ഓടിക്കുന്നവർ, അങ്ങനത്തെ അതിന്റെ ഡ്രൈവർമാരുണ്ട്. അവരൊക്കെ ഓരോ യുഗത്തിൽ അവർ തന്നെ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ പിന്നെ നമ്മളറിയത്തില്ല, ഞാൻ പറഞ്ഞില്ല, ഈ പ്രപഞ്ചം ഇപ്പൊ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം അല്ല 432 കോടി വർഷമാണ് പ്രപഞ്ചത്തിന്റെ ഒരു പകലെന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ ഒരു രാത്രി എന്ന് പറയുന്നത് 432 കോടി വർഷമാണ്. രണ്ടും കൂടെ ചേർന്ന് 864 കോടി വർഷം പൂർണ്ണമാകുമ്പോൾ പ്രപഞ്ചം ഒരു തവണ ജനിച്ച് മരിക്കാൻ ഞാൻ പറഞ്ഞു. അതായത് പ്രപഞ്ചത്തിന് ഒരു ചക്രം പൂർത്തിയാകുന്നതിന് 864 കോടി വർഷം, അതായത് 8.64 ബില്യൺസ് ഓഫ് ഇയേഴ്സ് വേണം. അപ്പൊ അങ്ങനെ എല്ലാം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നുണ്ടായിരുന്ന കലിയുഗം 864 കോടി വർഷം മുമ്പ് നമ്മളെല്ലാം ഇതുപോലെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ഇതുപോലെ തന്നെ ജീവിച്ചവരാണ്. വീണ്ടും നമ്മൾ 864 കോടി വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ വന്നു. ഇനി ഒരു 864 കോടി വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഈ പ്രപഞ്ചം എല്ലാം ഡിസോൾവ് ആയി അതൊരു ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ പോയി ഒരു ഹോട്ട് ബോൾ ഓഫ് ഗ്യാസ് ആയി മാറിയതിന് ശേഷം വീണ്ടും അത് തണുത്ത് അതിൽ പിന്നെ 100 ഡിഗ്രി ഒക്കെ ആകുമ്പോൾ ജലമൊക്കെ പിന്നെ നീരാവിയൊക്കെ തണുത്ത് ജലമായി മാറി. പിന്നീട് ഭൂമിയെല്ലാം ഡെവലപ്പ് ചെയ്ത് ഭൂമിയിൽ സമുദ്രങ്ങൾ എല്ലാം പഴയതുപോലെ. ഇപ്പൊ നമുക്കറിയാലോ ഭൂമിയിൽ എന്തുമാത്രം മൈൻസ്, അതായത് ഖനികളുണ്ട്, അതായത് സ്വർണ്ണഖനിയൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാം ഓൾമോസ്റ്റ് തീരാറായിരിക്കണം. ഇതെല്ലാം മനുഷ്യൻ യൂസ് ചെയ്തുള്ള സ്വർണ്ണ കടകളിലെല്ലാമായിട്ട് സ്വർണ്ണം എല്ലാം ഇരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം തിരിച്ച് പ്രപഞ്ചത്തിൽ പോകണ്ടേ? ഇതെല്ലാം തിരിച്ചു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊന്ന് ഡിസോൾവ് ചെയ്തേ പറ്റുള്ളൂ. നമ്മളൊരു വീട് പഴയതായി കഴിയുമ്പോൾ നമ്മൾ അതിനെ പൊളിച്ച് പുതിയത് പണി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ഗ്യാരണ്ടി തീർന്നു. ഇത് 1000ാമത്തെ കലിയുഗമാണ്. ഈ കലിയുഗം തീരുന്നതോടുകൂടി, കലിയുഗം എന്ന് പറഞ്ഞാൽ ഒരു ശീലായപ്പന വിഷ്ണുയോഗിയുടെ കണക്കനുസരിച്ച് 2043. പക്ഷേ മറ്റ് ഈ കൽക്കികളായിട്ട് ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്. ഒരുപാട് പേർക്ക് കൽക്കി ദർശനം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പിന്നെ ജ്യോതിഷികളും ഒരുപാട് പിന്നെ ബാബാമാരും സന്യാസികളും എല്ലാം പ്രവചിച്ചിരിക്കുന്ന 2032 കലിയുഗം തീരുമെന്നാണ്. തീരുമെങ്കിൽ തീർന്നോട്ടെ. കാരണം അതിലൊരു കാര്യമുണ്ട്. എനിക്ക് എന്റെ ആയുസ് പറഞ്ഞിരിക്കുന്ന ജാതകത്തിൽ 3 പിന്നെ ആയുസാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നിൽ ഞാൻ 65 തീരും. ഇപ്പൊ എനിക്ക് 63 ആകാൻ വന്നു. 65 എനിക്കൊരു മരണം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ 69, അത് 2032. ഇത് രണ്ടിലും ഞാൻ പോയില്ലെങ്കിൽ 75 പോകുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് 2038. എന്തായാലും വേണ്ടില്ല. ഇപ്പം പോയെങ്കിൽ ഐ ആം ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. കാരണം എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും സ്വർഗവും നരകവും ഭഗവാനെ എല്ലാം കണ്ട് ഇനിയിപ്പോ ഈ ലോകത്ത് ജീവിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാണ്. നിങ്ങൾ സ്വയം നിങ്ങൾ ഭഗവാനാണെന്ന് മനസ്സിലാക്കണം. അതും ആ ഒരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് ഭഗവാനാവണ്ട. കാരണം എന്റെ ഉള്ളിൽ നമ്മുടെ പപ്പാജി ഇരിപ്പുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു. അതിന് ഞാൻ ഒരു വഴി പറഞ്ഞു തന്ന്, ഭക്തി, കർമ്മം, കീർത്തനം, ഇതിൽ കൂടെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയാൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ ഭഗവാനെ കാണാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാം റിപ്പീറ്റ് ചെയ്യണം. സകല കാര്യങ്ങളും റെപ്പറ്റേഷനാണ്. അപ്പൊ നമ്മുടെ ജന്മം, നമുക്ക് ജനിച്ചാൽ മരണമുണ്ട്, മരിച്ചാൽ ജനനവുമുണ്ട്. അതായത് ദിവസം ഉണ്ടെങ്കിൽ രാത്രിയുണ്ട്, രാത്രി ഉണ്ടെങ്കിൽ പകലുമുണ്ട്. ഞാൻ നോക്കട്ടെ സമയം എത്രയെന്ന്. ഇന്നത്തെ സമയം 27 മിനിറ്റായി. അപ്പം നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ബാക്കി നാളെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനും ഉണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ ഹാഫ് ആൻ അവറാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈം. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ അടുത്ത ഒരു കീർത്തനം ചെല്ലാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഏതാ ചെല്ലുക എന്നുള്ളതാണ് ഒരുപാട് ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ്. ദൈവദശകം ചെല്ലാം. ദൈവദശകം. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ നാവികാൻ നീ ഭവാക്തിക്കോ രാവിവൻ തോണി നിൻപത് ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണം പൊല്ലൊടിങ്ങനെ നിന്നിടം തൃക്ക് പോലുള്ള നിന്നെല്ലാം സ്പന്ദമാകണമെന്ന് വസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. നീ സത്യജ്ഞാനമാനെന്ന നീ തന്നെ വർത്തമാനം ഭൂതവും ഭാവിയും വേറല്ലോ. മൊഴിയുമോർക്ക് നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്ക മഹാദേവ ദീനാവനവരായണ ജയിക്ക ചിദാനന്ദ ദയാ സിന്ധു ജയിക്ക ആഴമേറ് നിൻമുഖസ്യാം ആഴിയും ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. അപ്പം നമുക്ക് നിർത്താൻ സമയമായി. ഒരു ചെറിയ കീർത്തനമാണ്. ഒരുപാട് കീർത്തനങ്ങൾ അറിയാം. പിന്നെ വിഷ്ണു ഭഗവാനെ സ്തുതിക്കുന്ന ശ്രീമൽ പാലാഴി മധ്യേ സകല ശുഭരേ കൽപ്പകോദ്യാനദേ ശേമാദ്യം ശ്രീനികതേ സുരമുനുവനതേ നീതിമാനേ വിമാനേ ഭൂമാതും ഭൂമിദാനം പരിചണ്ഡ പുലാളി സർപ്പേന്ദ്ര കൽപ്പേ സാമോദം പള്ളികൊള്ളും തവോദം സന്തതം കൈതൊഴുന്നേൻ. അപ്പൊ ഇങ്ങനെ നമുക്കൊരു കീർത്തനത്തോടുകൂടി ഇന്നത്തെ ക്ലാസ് നിർത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതിൽ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഇത് ആരെയും പ്രതീക്ഷിച്ചല്ല ഞാനിത് ചെയ്യുന്നത്. കാരണം ഭഗവാൻ നമ്മുടെ പപ്പാജിയായ നാരായണൻ പറയുന്നത് നീ നിന്റെ കർമ്മം ചെയ്യാൻ മതി, നീ നിന്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഫലം തരുന്നത് ഞാനാണ്. അതായത് ഭഗവാനാണ് നമുക്ക് ഫലം തരുന്നത്. അപ്പോൾ എത്ര പേര് വരണം, എത്ര പേര് പഠിക്കേണ്ട, ഇതൊക്കെ നമ്മുടെ പപ്പാജി ചെയ്തോളും. ഞാൻ എൻ്റെ കർമ്മം മാത്രം ചെയ്യുകയാണ്. അപ്പം എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.